കൊല്ലം കുന്നത്തൂരിൽ LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോന്റെ പത്രിക വിശദ പരിശോധനയ്ക്കായി മാറ്റി. കോവൂർ കുഞ്ഞുമോൻ 2 പത്രിക സമർപ്പിച്ചതിനെതിരെയാണ് പരാതി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും RSP ലെനിനിസ്റ്റ് സ്ഥാനാർത്ഥിയായും കുഞ്ഞുമോൻ പത്രിക നൽകി. ഭരണഘടനാ ലംഘനമാണ് സ്ഥാനാർത്ഥി നടത്തിയതെന്നും 2 പത്രികയും തള്ളണം എന്നുമാണ് ഇപ്പോൾ ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നത്. ലിജോ റോളൻസ് വിവരങ്ങളുമായി ചേരുകയാണ്. ഇതെന്താണ് ലിജോ, കോവൂർ കുഞ്ഞുമോൻ 2 പത്രിക സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണെന്ന് വിശദമാക്കാമോ? പക്ഷേ ഈ കോവൂർ കുഞ്ഞുമോൻ കഴിഞ്ഞ 25 വർഷമായി കുന്നത്തൂരിൽ നിന്നുള്ള MLA ആണ്. 6ാം തവണയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പോൾ പത്രിക ആദ്യമായൊന്നും സമർപ്പിക്കുന്ന ആളല്ല, അത്തരത്തിൽ ചെറിയ തെറ്റുകളൊന്നും വരാൻ. ഇവിടെ ഇപ്പോൾ 2 പത്രികകളാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഒന്ന് സ്വതന്ത്രൻ എന്നുള്ള രീതിക്കും മറ്റൊന്ന് RSP ലെനിനിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കുമാണ് ഈ പത്രികകൾ സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പത്രിക ഇത്തരത്തിൽ സമർപ്പിച്ചു എന്ന് കഴിഞ്ഞ ദിവസം തന്നെ അറിഞ്ഞതിന് പിന്നാലെ RSP ലെനിനിസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് തള്ളിപ്പോകേണ്ടതാണ്. പക്ഷേ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കൂടി നൽകിയിരിക്കുന്നു. അതായത് ഒരാൾക്ക് എങ്ങനെയാണ് ഒരു പാർട്ടിയുടെ പ്രതിനിധിയായും ഒരു സ്വതന്ത്രനായി നിൽക്കാൻ കഴിയുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ UDF സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്ന ഉല്ലാസ് കോവൂറിന് വേണ്ടി നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ആൾ ഇത്തരത്തിലൊരു പരാതിയായി തന്നെ നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി രാവിലെ നടന്ന സൂക്ഷ്മ പരിശോധനയിൽ ഈ 2, അതായത് കോവൂർ കുഞ്ഞുമോന്റെ 2 പത്രികകൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. കാരണം ഭരണഘടനാ ലംഘനമാണ് സ്ഥാനാർത്ഥി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഉയർന്നിരിക്കുന്ന ഒരു പരാതി. കാരണം കൃത്യമായി കാര്യങ്ങൾ അറിയുന്ന ആൾ എങ്ങനെയാണ് ഇത്തരത്തിൽ സ്വതന്ത്രനായും ഒരു പാർട്ടി പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നത് എന്നുള്ളതാണ് ഉയർന്നൊരു ചോദ്യം. MLA കൂടിയായ ഈ വ്യക്തി സത്യപ്രതിജ്ഞാ ലംഘനം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. കാരണം ഇത് നൽകുന്ന സമയത്ത് ഉപഭരണാധികാരിയുടെ മുന്നിൽ ഇതിലൊരു സത്യവാചകം ചൊല്ലിയതിനു ശേഷമാണ് ഈ അഫിഡവിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കുന്നത്. അവിടെ തന്നെ ഒരു ഭരണഘടനാ ലംഘനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 2 പത്രികകളും തള്ളണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ UDFന്റെ ഭാഗത്ത് നിന്ന് ഉന്നയിച്ചിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ കൃത്യമായ ഒരു തീരുമാനം ഇതിൽ ഭരണാധികാരി എടുക്കുകയും ചെയ്യും. ഓക്കെ.